നാടിന്റെ നന്മ കാംക്ഷിച്ച് ഭയമില്ലാതെ മാധ്യമപ്രവർത്തന രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്താൻ സീഡിനെറ്റിന് കഴിയുന്നുണ്ടെന്ന് എം.എസ്. അരുൺകുമാർ എം.എൽ.എ. പറഞ്ഞു. സീഡിനെറ്റിന്റെ ആസ്ഥാന മന്ദിരത്തിലെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ നന്മ കാംക്ഷിച്ച് ഭയമില്ലാതെ മാധ്യമപ്രവർത്തന രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്താൻ സീഡിനെറ്റിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് എം.എസ്. അരുൺകുമാർ എം.എൽ.എ. പറഞ്ഞു. നല്ലൊരു ഓഫീസ്, ആ ഓഫീസുമായി ബന്ധപ്പെട്ട് പുതിയ കാലഘട്ടത്തിന് കിടപിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം സാധിക്കുന്നുണ്ട്. വലിയ വളർച്ചയുണ്ടാകട്ടെ. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് ചില വിഷയങ്ങളിൽ നിന്ന് മറന്നു പോവുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധ കിട്ടാതെ പോവുകയോ ചെയ്യുന്ന വിഷയങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ഉയർത്തിക്കൊണ്ടുവരാൻ സീഡിനെറ്റ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മാധ്യമരംഗത്ത് ഇപ്പോൾ കണ്ടുവരുന്ന ഒന്ന്, ചില കാര്യങ്ങൾ ഈ വാർത്തകൾ വല്ലാതെ നിലയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഇത്തിരിയൊക്കെ കുറച്ചുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും വാർത്തകളെ വല്ലാതെ പൊടിപ്പും തമ്മിലും വെച്ച് ഒരു അറ്റൻഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അറ്റൻഷനൊന്നും ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. നാടിന് ഗുണകരമാണ് എന്ന തിരിച്ചറിവ് ശരിയായുള്ളത് കൊണ്ടുമാണ് ഈ നിലയിൽ ഈ വേദിയിൽ സംസാരിച്ചിട്ടുള്ളത്. വലിയൊരു ടീമാണ്. ആ ടീം ഏറ്റവും ഭംഗിയായി ഈ മേഖലയിലെല്ലാം നിറഞ്ഞു നിന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുമാറാകട്ടെ. നാടിൻ്റെ വികസനം, നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, നാടിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കാൻ, പ്രത്യേകിച്ചും ഓണാട്ടുകരയാണ് ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഇടം കൂടിയാണ്. ആ നന്മകളിൽ നിന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് സഞ്ചരിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. സീഡിനെറ്റ് ആസ്ഥാന മന്ദിരത്തിലെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. ജനപ്രതിനിധികൾ മനഃപൂർവ്വമല്ലാതെ മറന്നുപോകുന്ന ചില വിഷയങ്ങൾ സീഡിനെറ്റ് ന്യൂസ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഇത് താനടക്കമുള്ള ജനപ്രതിനിധികൾക്ക് ഗുണകരമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ഒരു വാർത്തയും സീഡിനെറ്റിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യമാണെന്നും എം.എൽ.എ. പറഞ്ഞു. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.